ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും PMK എജ്യുമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്നാൽ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഇൻഡസ്ട്രീസുകളാണുള്ളത്, ഇവ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉദാഹരണ സഹിതം അതിൻ്റെ ഇമേജസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പല കുട്ടികളും മെസ്സേജ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക് ലളിതമാക്കിയിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കാം. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ ഇൻഡസ്ട്രിയെ നമ്മൾ വ്യവസായം എന്നാണ് പറയാം. ഇവിടെ നോക്കൂ, ഇൻഡസ്ട്രി റെഫേഴ്സ് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. വ്യവസായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന അഥവാ പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് വ്യവസായം എന്ന് പറയുന്നത്. അപ്പം ആദ്യമേ മനസ്സിലാക്കി വെക്കുക, വ്യവസായം എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മുടെ കയ്യിലുള്ള പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ്. അങ്ങനെ ആക്കി മാറ്റുന്ന സാമ്പത്തിക പ്രവർത്തനത്തിനെ പറയുന്ന പേരാണെന്ത്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്താണ് അസംസ്കൃത വസ്തുക്കൾ എന്നറിയാലോ. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ടയർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടയർ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് എന്താണ്? റബ്ബർ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ റബ്ബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അസംസ്കൃത വസ്തുവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനൊരു പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണെന്ത്? ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഇൻഡസ്ട്രീസിനെ പലതായിട്ട് തരംതിരിക്കാം. ഇൻഡസ്ട്രിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്കതിനെ പലതായിട്ട് തരംതിരിക്കാം. അപ്പം 3 ഇൻഡസ്ട്രികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഇൻഡസ്ട്രിയാണ് പ്രൈമറി ഇൻഡസ്ട്രി, രണ്ടാമത്തെ ഇൻഡസ്ട്രി സെക്കൻഡറി ഇൻഡസ്ട്രി, മൂന്നാമത്തത് ടേഴ്സറി ഇൻഡസ്ട്രി. ഇവയോരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം അതിൽ ആദ്യത്തെ നോക്കൂ, പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി നമ്മൾ മലയാളത്തിൽ പ്രാഥമികമായ വ്യവസായം എന്നാണ് പറയാം. പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ കണക്റ്റഡ് വിത്ത് ദ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിവിങ് ഓർഗാനിസം, പ്ലാന്റ്സ് എക്സെട്ര. അതായത് ഇവിടെ പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ശേഖരണം, അതുപോലെ ജീവനുള്ള വസ്തുക്കളുടെ ഉൽപാദനം, ഡെവലപ്മെന്റ് അതായത് വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ? പ്രാഥമിക വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, തീർത്തും പ്രകൃതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഇൻഡസ്ട്രീസ് അഥവാ പ്രാഥമികമായ വ്യവസായം എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. അപ്പൊ നമുക്ക് എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് നോക്കാം. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയെ നമ്മൾ പ്രകൃതിജന്യ വ്യവസായം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ എന്താണ് പ്രകൃതിജന്യ വ്യവസായം അഥവാ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കൂ, ദീസ് ഇൻഡസ്ട്രീസ് എക്സ്ട്രാക്ട് പ്രൊഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. അതായത് പ്രകൃതിയിൽ നിന്ന് ആവശ്യമായ വസ്തുക്കൾ പുറത്തെടുക്കുകയോ ഖനനം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മൈനിങ് അല്ലെങ്കിൽ ഫാമിംഗ്, ഹണ്ടിങ്, ഫിഷിംഗ് ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിക്ക് ഉദാഹരണങ്ങളാണ്. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും കുഴിച്ചെടുക്കുകയാണ്, ഭൂമിക്കടിയിൽ നിന്നും എന്തെങ്കിലും കുഴിച്ചെടുക്കുകയാണ്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ദെൻ ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ വേട്ടയാടി പിടിക്കുക. അതുപോലെ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങളെ വേട്ടയാടുക. അപ്പം ഇതൊക്കെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. മലയാളത്തിൽ ഇതിനെ പ്രകൃതിജന്യ വ്യവസായം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തേതാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. മലയാളത്തിൽ ഇതിനെ ജനിതക വ്യവസായം എന്നാണ് അറിയപ്പെടുന്നത്. ദീസ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് റിയറിംഗ് ആൻഡ് ബ്രീഡിംഗ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് എക്സെട്ര.
അതായത് ഇവിടെ ചെയ്യുന്നത് സസ്യങ്ങളെയും മൃഗങ്ങളുടെയും ഒക്കെ പ്രജനനവും അവയുടെയൊക്കെ പരിപാലനവുമായി ബന്ധപ്പെട്ട വ്യവസായമാണ് ജനറ്റിക് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കന്നുകാലിയുടെ ഫാം എടുക്കാന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ കന്നുകാലികളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. ഇപ്പോൾ കോഴിയുടെ ഒരു ഫാം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, കോഴികളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നതന്നെ നോക്കൂ, ഡയറി ഫാം, പോൾട്രി ഫാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്, ജനറ്റിക് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ പ്രൈമറിയിൽ വരുന്ന രണ്ടെണ്ണവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് പോവാണ്. അടുത്ത ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. അപ്പൊ എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമ്മൾ ഇതിനെ ദ്വിതീയ വ്യവസായം എന്നാണ് പറയാ. സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഡീൽസ് വിത്ത് മെറ്റീരിയൽസ് എക്സ്ട്രാക്റ്റഡ് അറ്റ് പ്രൈമറി സ്റ്റേജ്. സച്ച് ഗുഡ്സ് മേ ബി യൂസ്ഡ് ഫോർ കൺസംഷൻ ഓർ ഫർദർ പ്രൊഡക്ഷൻ. അതായത് പ്രാഥമിക വ്യവസായത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് വീണ്ടും പരിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസായത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാഥമികമായ വ്യവസായത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എടുത്തിട്ടുണ്ടാവും. ഈ പ്രൊഡക്റ്റുകളെ വീണ്ടും നമ്മൾ രൂപമാറ്റം വരുത്തി പുതിയ പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയെ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, രണ്ടാമത്തതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ തന്നെ നോക്കാം. എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസുകളെ ഫിനിഷ്ഡ് ഗുഡ്സുകളാക്കി മാറ്റുകയാണ്. അതായത് പലതരത്തിലുള്ള റോ മെറ്റീരിയൽസുകളെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൺവേർഷൻ ടിംബർ ഇൻ ടു ഫർണിച്ചർ. അതായത് മരത്തടികൾ ഉണ്ടാവുമല്ലോ, ഈ മരത്തടികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫർണിച്ചർ ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്, ടിംബറാണ് അഥവാ മരത്തടികളാണ്. അവ എന്താക്കി മാറ്റുന്നു, പല രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് അതിനെ ഫർണിച്ചറുകൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ചെയറുകൾ, ടേബിളുകൾ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുക. ഇനി അടുത്തതാണ് റബ്ബർ ഇൻ ടു ടയേഴ്സ്. റബ്ബറുകളെ നമ്മൾ എന്താക്കി മാറ്റുക, ടയറുകളാക്കി മാറ്റുക. അപ്പൊ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസുകളെ ഫിനിഷ്ഡ് ഗുഡ്സുകളാക്കി മാറ്റുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മേ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു 4 കാറ്റഗറീസ്. ദേ ആർ. അപ്പൊ ഈ പ്രവർത്തനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ വീണ്ടും എന്ത് ചെയ്യാം, 4ആയിട്ട് തരംതിരിക്കാം. അവയാണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി ആൻഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. അപ്പൊ നമുക്ക് ഇവയെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി. അനലറ്റിക്കൽ ഇൻഡസ്ട്രി വിച്ച് അനലൈസസ് ആൻഡ് സെപ്പറേറ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽ. അതായത് ഒരു മെറ്റീരിയലിനെ അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തരംതിരിച്ചുകൊണ്ട് വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനെയാണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓയിൽ റിഫൈനറി. ഓയിൽ റിഫൈനറി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നത് ക്രൂഡ് ഓയിലാണ്, അല്ലേ? ഈ ക്രൂഡ് ഓയിലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാക്കി മാറ്റുന്നു, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിങ്ങനെയാക്കി തരംതിരിച്ചെടുക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയോ, അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ നിന്ന് അനലൈസ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി വിച്ച് കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. ഇവിടെ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം നോക്കുക, ഇവിടെ സിമെന്റ് ഫാക്ടറിയാണ്, അല്ലെങ്കിൽ സിമെന്റ് അതിനൊരു ഉദാഹരണമാണ്. അപ്പൊ നമുക്കറിയാം സിമെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വേരിയസ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള ഇൻഡസ്ട്രി പറയുന്ന പേരാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി.
ഇനി മൂന്നാമത്തതാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി വിച്ച് ഇൻവോൾവ് സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അതായത് പലതരത്തിലുള്ള സ്റ്റേജസുകളിലൂടെ കടന്നു പോയിട്ട് പുതിയൊരു പ്രോഡക്റ്റിന് രൂപം കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഷുഗർ ആൻഡ് പേപ്പർ ഇൻഡസ്ട്രി. അതായത് നമ്മൾ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എടുത്തു നോക്കൂ, നമുക്ക് ഒരു പേപ്പർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിത് ഈ പേപ്പർ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒരുപാട് മുള ആവശ്യമാണ്, പിന്നെ അതിലേക്ക് വേറെ കുറെ കാര്യങ്ങൾ വേണം. ഇതെല്ലാം പലതരത്തിലുള്ള പ്രോസസ്സിങ്ങിലൂടെ വിധേയമാക്കിയിട്ടാണ് നമുക്ക് ഫൈനലി ഇത് എന്തായിട്ട് കിട്ടുന്നത്, ഒരു പേപ്പറായിട്ട് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളെയാണ്, പലതരത്തിലുള്ള പ്രോസസ്സിങ്ങിലൂടെ കടന്നു വന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് ആയി മാറുന്ന ഇൻഡസ്ട്രിയെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അസംബ്ലിംഗ് ഇൻഡസ്ട്രി വിച്ച് അസംബിൾസ് ഡിഫറെന്റ് കോമ്പണന്റ് പാർട്സ് ടു മേക്ക് എ ന്യൂ പ്രോഡക്റ്റ്. ഇവിടെ പറയുന്നത് പലതരത്തിലുള്ള പാർട്സുകൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്താക്കുകയാണ്, പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്ത് നോക്കൂ. ടെലിവിഷൻ, കാർ, കമ്പ്യൂട്ടർ എക്സെട്ര. ഇപ്പൊ ഞാനിവിടെ കാർ എടുക്കുകയാണ്. നമുക്കൊരു കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഷോറൂമിൽ നമുക്കത് കാറായിട്ടാണല്ലോ അവൈലബിൾ ആവുന്നത്. സോ ഈ കാറ് ഈ ഷോറൂമിലേക്ക് വരുന്നത് പല പല പാർട്സുകളായിട്ടാണ്. അതായത് ഒറ്റയടിക്ക് കാറായിട്ടല്ല, അതിന്റെ ടയറുകൾ വേറെ, ബോഡി വേറെ, ഇതെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാണ്, അസംബിൾ ചെയ്യുകയാണ്. അങ്ങനെ അസംബിൾ ചെയ്തിട്ട് അതൊരു കാറാക്കി മാറ്റുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണെന്ത്, അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഉള്ളൊരു കാർ ചിലപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയിക്കൊള്ളുന്നില്ല, വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ അതിന്റെ പാർട്സുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ പാർട്സുകൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അസംബിൾ ചെയ്തിട്ട് വിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ അസംബിൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇനി നമുക്ക് അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് പോവാം. അടുത്ത ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, അഥവാ മലയാളത്തിൽ ഇതിനെ നിർമ്മാണ വ്യവസായം എന്നാണ് പറയുന്നത്. ഇത് വളരെ ലളിതമാണ്. ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഡാംസ്, ബ്രിഡ്ജ്, റോഡ് എക്സെട്ര. പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, ഡാമുകൾ, ബ്രിഡ്ജുകൾ, റോഡുകൾ, ഇവയുടെയൊക്കെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമുക്ക് റോഡുകൾ നിർമ്മിക്കേണ്ടി വരും, ചില വലിയ വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. ആൻഡ് നെക്സ്റ്റ് ഇൻഡസ്ട്രിയാണ് ടേഴ്സറി ഇൻഡസ്ട്രീസ്. ഇതിനെ നമ്മൾ തൃതീയ വ്യവസായം, ഇനി മറ്റൊരു പേരും കൂടി പറയാറുണ്ട്, സേവന വ്യവസായം എന്നും കൂടി പറയാറുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. ടേഴ്സറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഥമിക വ്യവസായത്തിനും ദ്വിതീയ വ്യവസായത്തിനും വേണ്ട സർവീസസും സപ്പോർട്ടുകളും നൽകുക എന്നുള്ളതാണ് ടേഴ്സറി ഇൻഡസ്ട്രി വരുന്നത്. അപ്പം അതിലിപ്പോൾ ഏതൊക്കെയാണ് സർവീസസുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട്, ഗതാഗതമാണ് ഒന്ന്, പിന്നെ ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിങ്, ഇതൊക്കെ പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും ആവശ്യമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന അറിയോ, ടേഴ്സറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് സേവന വ്യവസായങ്ങൾ എന്നൊരു പേര് കൂടി ഇതിന് പറയാറുണ്ട്. കാരണം മറ്റ് രണ്ട് ഇൻഡസ്ട്രികൾക്കും വേണ്ട സേവനങ്ങൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പേര് അതിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.